നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയബറ്റീസിനെ കുറിച്ചാണ്. പ്രമേഹ രോഗം. ആയുർവേദത്തിൽ ഇപ്പോഴത്തെ ഡയബറ്റീസ് മെലിറ്റസിനെ മധുമേഹം എന്ന് പറയും. പ്രമേഹം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഭൂരിഭാഗം ആൾക്കാരെയും നമ്മുടെ സൊസൈറ്റിയിലെ ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെന്നാൽ, മധുരം എല്ലാ പ്രമേഹ രോഗികളും ഒഴിവാക്കും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഉപ്പും പുളിയും കൂടെ ഒഴിവാക്കേണ്ടതാണ്. കാര്യം ഉപ്പും പുളിയും എക്സസീവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രമേഹം അഡ്വാൻസ് ചെയ്ത് അത് റെറ്റിനോപ്പതിയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതിയിലേക്കോ പോകാൻ സാധ്യത കൂടുതലാണ്. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഞാനീ പറഞ്ഞതുപോലെ തന്നെ, ഒന്ന് ഞരമ്പുകൾ നെർവ്സിനെ ബാധിക്കുക, ദാറ്റ് ഈസ് ഡയബറ്റിക് ന്യൂറോപ്പതി. മറ്റൊന്ന് റെറ്റിനെ ബാധിക്കുക, കണ്ണിനെ ബാധിക്കുക, ദാറ്റ് ഈസ് ഡയബറ്റിക് റെറ്റിനോപ്പതി. അടുത്തത് കിഡ്നികളെ ബാധിക്കുന്ന രീതിയിലേക്ക് പ്രമേഹം മുന്നേറുകയാണ്, ദാറ്റ് ഈസ് ഡയബറ്റിക് നെഫ്രോപ്പതി. പലരുടെയും ഒരു മിഥ്യ അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ എന്ന് വെച്ചാൽ, പ്രമേഹത്തിന് അലോപ്പതി മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ദേ ആർ ഓൾവേസ് സേഫ് എന്നാണ്. പക്ഷേ തെറ്റായ ധാരണയാണ്. ഡയറ്റ് കൺട്രോൾ ഇല്ലെന്നുണ്ടെങ്കിൽ പ്രമേഹം വിൽ ഗോ ഓൺ ഫർദർ ആൻഡ് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ വി കനോട്ട് കൺട്രോൾ ഇറ്റ് ഓൾസോ. കാര്യം ആദ്യം നമ്മൾ ഒരു ചെറിയ ഡോസ് ഗുളികയിൽ തുടങ്ങുന്ന പലരും ചെറിയൊരു ഡോസ് ഗ്ലിമിപ്രൈഡിൽ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നും ഡയറ്റ് കൺട്രോൾ ഇല്ലാതെ അത് കയറി അത് ഇൻസുലിനിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല ഒരു ലൈഫ് സ്റ്റൈലിലൂടെയും നല്ല ഒരു ഭക്ഷണക്രമത്തിലൂടെയും പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന ഒരു അസുഖമാണ്. നമുക്ക് പ്രമേഹത്തിന് പറ്റിയ ഒരു ജ്യൂസ്, അതായത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു ജ്യൂസ് നമ്മുടെ ഷെഫ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡയബറ്റീസ് പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ജ്യൂസാണ്. യു ക്യാൻ ഹാവ് ഇറ്റ് എവറി മോർണിംഗ്. നമ്മൾ നല്ലൊരു കയ്പ് കൂട്ടാൻ വേണ്ടി നല്ല കൂടുതലും ഇത് എഫക്റ്റ് ചെയ്തിട്ടുള്ള ഗ്രീൻ പാവയ്ക്കാണ്, അതായത് ഗ്രീൻ ബിറ്റർഗോഡ് യൂസ് ചെയ്ത്. യു ക്യാൻ ഓൾസോ ഗോ ദ വൈറ്റ്, പക്ഷേ വൈറ്റിന് അത്രയും ഒരു എഫക്റ്റ് ഇല്ല. അത് നമ്മൾ ഗുഡ് ക്വാളിറ്റി ഓഫ് ബിറ്റർഗോഡ് യൂസ് ചെയ്യുന്ന ഇതൊരു 1.5 പാവയ്ക്കുണ്ട്. ഇത് ഡിപ്പെൻഡിങ് ഇതിൻ്റെ ആവശ്യം വരില്ല. ഇഫ് യു വോണ്ട് റെഡ്യൂസ് ഇറ്റ് യു ക്യാൻ റെഡ്യൂസ്. ഇതൊരു 3 നെല്ലിക്കയുണ്ട്, ദി ഗൂസ്ബെറി. Now ginger ഇടുവാണ്. Ginger is good for everything, so അതും കൂടെ ആഡ് ചെയ്യണം, just to give a flavor to the dish, to the juice. കുറച്ചൊരു ginger, ഫെനുഗ്രീക് പൗഡർ, ഇതൊരു 1/4 of a teaspoon. മഞ്ഞൾ, അത് 1/4 of a teaspoon. Then you're going to add water. amla water. So the juice is ready. നല്ലൊരു കളർ വന്നിട്ടുണ്ട്, നല്ല ഗ്രീനിഷ് കളർ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണി ആഡ് ചെയ്യാം, ബട്ട് ദ പ്രോബ്ലം ഈസ് പ്യുവർ ഹണി വോണ്ട് ബി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. സോ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദാറ്റ് യു ആർ ഹാവിംഗ് സം പ്യുവർ ഹണി, ദാറ്റ് ഓൾസോ ക്യാൻ ബി ആഡഡ്. ഇറ്റ്സ് ഓൾസോ ഗുഡ് ഫോർ ഡയബറ്റീസ്. There you have the juice, the buttergourd juice. So take this every morning at empty stomach. It's very good for controlling your diabetes. It won't it will help you not to progress diabetes into a later stage. It also help to avoid complications of diabetes. So നമുക്ക് വീണ്ടും കാണാം നാളെ വേറൊരു രോഗത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷനും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫുഡുമായി. താങ്ക് യു സോ മച്ച്. ശുഭദിനം. Thank you.